ശബരിമലയിലെ അന്നദാനം. ഭക്തന്റെ മനസ്സറിഞ്ഞ് അയ്യപ്പന്റെ മഹാദാനം. സ്വാമി അയ്യപ്പനെ ദർശിക്കുന്നതോടൊപ്പം അനുഗ്രഹമായി അവിടുത്തെ ഭക്ഷണവും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ ഭക്തരുണ്ട്. അവർക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അന്നദാനം നടത്തുന്നു. മാളികപ്പുറം ക്ഷേത്രത്തിനു സമീപമുള്ള മണ്ഡപത്തിൽ പ്രതിദിനം 10,000-കണക്കിന് ഭക്തർ ഭക്ഷണം കഴിക്കുന്നു. രാവിലെ 6 മണിക്ക് പ്രഭാത ഭക്ഷണം ആരംഭിക്കും. ചുക്കുകാപ്പി, ചുക്കുവെള്ളം, ഉപ്പുമാവ്, കടലക്കറി തുടങ്ങിയവ യഥേഷ്ടം നൽകുന്നു. ഉച്ചയ്ക്ക് 12-ന് മുമ്പായി പുലാവ്, സാലഡ്, അച്ചാർ എന്നിവയടങ്ങിയ ഉച്ചഭക്ഷണവും തയ്യാർ. ഉച്ചതിരിഞ്ഞ് 3:30 വരെ നൽകുന്നു. വൈകിട്ട് 6:30 മുതൽ രാത്രി 12 മണിവരെ കഞ്ഞി, ചെറുപയറുകറി, അച്ചാർ എന്നിവയുടെ അത്താഴവും തയ്യാർ. ജീവനക്കാരും സന്നദ്ധ സേവകരും ഉൾപ്പെടെ 240-ലധികം പേരുടെ വിജയകരമായ പ്രയത്നമാണ് അന്നദാനത്തിന്റെ കരുത്ത്. വരിയിൽ നിൽക്കുന്ന അവസാന ഭക്തനും വയറു നിറയെ കഞ്ഞി കൊടുത്തതിന് ശേഷമേ അന്നദാനം അവസാനിപ്പിക്കാറുള്ളൂ. ഒരേ സമയം 2000-ഓളം പേർക്ക് മണ്ഡപത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാം. തിരക്കു നിയന്ത്രണവും ശുചിത്വവും കണക്കിലെടുത്ത് ക്രമീകരണങ്ങളോടെ ഭക്ഷണം വിളമ്പുന്നു. തികച്ചും സൗജന്യമായി രുചിയുള്ള ആരോഗ്യകരമായ ഭക്ഷണം വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നൽകുന്നു. ഭക്തർക്ക് അധിക നേരം ക്യൂ നിൽക്കാൻ ഇടവരുത്താതെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അധികൃതരും സന്നദ്ധ സേവകരും പരിസര ശുചീകരണം കൃത്യമായി ഉറപ്പാക്കുന്നു. ദേവസ്വം ബോർഡ് അഭിമാനത്തോടു കൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അന്നദാനം. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപമാണ് നമുക്കുള്ളത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൃത്യമായി നിർദ്ദേശം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ദേവസ്വം ബോർഡ് മാത്രം ശബരിമലയിൽ അന്നദാനം നടത്തിയാൽ മതി എന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ദേവസ്വം ബോർഡ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. ഒരു ദിവസം 22,000-ന് അടുപ്പിച്ച് വിശ്വാസികൾക്ക്, ഭക്തർക്ക് ആഹാരം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ നന്നായും സന്തോഷത്തോടുകൂടിയും ഭക്തരെ സംതൃപ്തിയോടുകൂടി കഴിച്ചു പോകുമ്പോൾ അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ, അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര മുഖ്യമന്ത്രിമാരുടെ അഭിപ്രായം തേടിയതിനു ശേഷമാണ് ഏത് രൂപത്തിലാണ് ഭക്ഷണക്രമം ഒരുക്കേണ്ടതിനെ സംബന്ധിച്ച് ഒരു ധാരണയായി അങ്ങനെയാണ് തീരുമാനിച്ചത്. രാവിലെ 6 മണി മുതൽ ഏതാണ്ട് 11:30 മണി വരെ പ്രഭാത ഭക്ഷണം ഞങ്ങൾ വിളമ്പുന്നുണ്ട്. 11:30 മണി മുതൽ പിന്നെ 3:30 മണി വരെ, 4 മണി വരെ ഉച്ചഭക്ഷണം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പുലാവാണ് നമ്മൾ കൊടുക്കുന്നത്. വൈകുന്നേരം 6:30 മണിക്ക് തുടങ്ങിയാൽ രാത്രി 12 മണി വരെ കഞ്ഞിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സംതൃപ്തിയോടുകൂടി ഭക്ഷണം കഴിച്ച് മടങ്ങുന്ന അയ്യപ്പ ഭക്തരെയാണ് ഞങ്ങൾക്ക് കാണുന്നത്. അത് വലിയ സന്തോഷകരവും അഭിമാനവുമാണ്. பேர் தங்கவேலி, அந்த ஊர் திருப்பூர். இங்கே ஐயப்ப கோயிலுக்கு வர முடியுது 3வது வருஷம். இது சாப்பாடு நல்லா பரிமாணம், நல்லா சாப்பாடு நல்லா நல்லா பரிமாணம் நல்லா இது பண்ணியிருக்கேன். രാജൻ, ഞാൻ കടമേരിയിൽ നിന്ന് ഭക്ഷണം വിലയുള്ള ഭക്ഷണമാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഭാഗ്യം തന്നെയാണ്. അയ്യപ്പൻ്റെ ഒരു പ്രകാശമാണ്. ദർശനത്തോടൊപ്പം അന്നവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുന്നു.